ഇന്നെല്ലാരും വീട്ടിലുള്ള ദിവസമാണ്. അതുകൊണ്ട് രാവിലത്തേക്ക് സ്പെഷ്യലി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ചിക്കൻ കറി ആക്കിയാൽ കുറച്ച് ചാറോടുകൂടി ആക്കിയിട്ടുണ്ടായിനി. ഇന്ന് രാവിലത്തേക്ക് ചപ്പാത്തിക്കും കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ കറി ഉണ്ടായത് ഞാനിതാ ഒരു ഫ്രൈ പാനിലേക്ക് വേഗം ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിനി ചപ്പാത്തിയുടെ റെസിപ്പി ഒന്ന് കാണിക്കുമോന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കലെന്ന് അത് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റീലിലെ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരിയിച്ചെടുക്കുക. ആട്ടപ്പൊടി നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആട്ടപ്പൊടി എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് ഈ ഒരു പരുവാകുമ്പോൾ നമ്മളെ കൈക്കൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അഥവാ മാവ് കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇടാട്ടുണ്ടാകുമ്പോൾ സ്ഥിരം രാത്രിക്ക് ചപ്പാത്തിയാണ്. അതുകൊണ്ട് വസന്തമ്മേൻ്റെ ഒരു സീക്രട്ട് ടിപ്സ് ഉണ്ട് ചപ്പാത്തി മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അമ്മ എടുത്തിട്ട് അടിക്കും. അങ്ങനെയാണ് ചപ്പാത്തി ഒന്ന് മയപ്പെടുത്തി എടുക്കല്. ഇത്രയും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ അത്രയൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടു. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങാം അല്ലേ. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. വീണ്ടും ഒന്ന് നമ്മളെ മാവിനെ നല്ലപോലെ മയപ്പെടുത്തി എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഉരുളകൾ നല്ലപോലെ കൈവച്ച് ഉരുട്ടിയിട്ട് നല്ല ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് ചപ്പാത്തി നല്ല റൗണ്ടിൽ കിട്ടല്. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിനി ചപ്പാത്തി എങ്ങനെയാന്ന് ഇത്രയും റൗണ്ടായിട്ട് പരത്തുന്നതെന്ന്. ഇനി ഉരുളകളാക്കിയ ചപ്പാത്തി മാവ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അധികം പൊടിയാക്കാണ്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി പരത്താനൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിട്ടാ. ഞാൻ പറഞ്ഞല്ല ഡാട്ട് സ്ഥിരമായിട്ട് ചപ്പാത്തിയാന്ന് വൈകുന്നേരം അങ്ങനെ പരത്തി ശീലിച്ചതാണ്. അങ്ങനെയാണ് റൗണ്ടിൽ പരത്തിയെടുക്കുന്ന കാര്യത്തിൽ നല്ല എക്സ്പേർട്ട് ആയത് കേട്ടാ. പരത്തുന്നതനുസരിച്ച് പൊടിയെല്ലാം ഇതുപോലെ തട്ടിക്കളയാ. അങ്ങനെ ചപ്പാത്തിയെല്ലാം ഒരുവിധം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചപ്പാത്തി മാത്രം ചുടാനായിട്ട് എടുക്കുന്ന കല്ലാണ് കേട്ടോ. ആദ്യം ദോശ നല്ല വൃത്തി ചുടാൻ വേണ്ടി കിട്ടുന്നുണ്ടായിനി. പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ടേ പിന്നെ ദോശ അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഞാനിത് ചപ്പാത്തി ചൂടാൻ മാത്രമാക്കി. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നവർക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ചൂടാം. ഞാൻ ആദ്യം ഒന്ന് കല്ലിൽ തടി കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയൊന്നും ആക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തിയിൽ നല്ലപോലെ ചുട്ട് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുടുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യാനുസരണം കുറച്ച് കൊടുത്താൽ മതി. ചപ്പാത്തി റെഡി ആയാലും ആദ്യം അതിക്കുട്ടനും ടോക്കുട്ടനും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ്.